നമ്മുടെ ഫിസിക്സിലെ റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ പ്രതിപതനവും അപവർത്തനവും പഠിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക് ആയിരുന്നു ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി. നമ്മൾ ലെൻസ് ആയിക്കോട്ടെ മിറർ ആയിക്കോട്ടെ ഇതിൻ്റെയൊക്കെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്ന സമയത്ത് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, എങ്ങനെ എടുക്കണം, എങ്ങനെ അളക്കണം, ഇതൊക്കെ പറയാറുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആയിരുന്നു അല്ലെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, റൈറ്റിലോട്ടാണെങ്കിൽ വലത്തോട്ടാണെങ്കിൽ പോസിറ്റീവ്, ഇടത്തോട്ടാണെങ്കിൽ നെഗറ്റീവ്, മുകളിലോട്ടാണെങ്കിൽ പോസിറ്റീവ്, താഴോട്ടാണെങ്കിൽ നെഗറ്റീവ്. ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും UVF ഒബ്ജക്ട് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ്, ഫോക്കൽ ലെങ്ത് എന്തൊക്കെയാണ്? വസ്തുവിലോട്ടുള്ള ദൂരം, ഇമേജ് പ്രതിബിംബത്തിലോട്ടുള്ള ദൂരം ആൻഡ് ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുന്ന സമയത്ത് അവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ഇപ്പോഴും നിങ്ങൾക്ക് എല്ലാം കൺഫ്യൂസ്ഡ് ആവാറുണ്ടല്ലേ. അപ്പൊ നമുക്കതൊരു ടേബിളിലൂടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്തൊക്കെയാണ് വാല്യൂസ് വരുന്നത് എന്ന് പഠിച്ചാലോ? നോക്കിയേ, നമ്മുടെ കോൺവെക്സ് ആൻഡ് കോൺകേവ് മിറർ ആൻഡ് ലെൻസ് എല്ലാ കേസിലും നമ്മൾ ഒബ്ജക്റ്റ് എവിടെയാണ് വെക്കാറ്? നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് അല്ലേ. അങ്ങനെയെങ്കിൽ യു എല്ലാ ടൈമിലും എന്തായിരിക്കടാ? നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് നെഗറ്റീവ്. ഓക്കെ, എല്ലാ കേസസിലും യു നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ ഫോക്കൽ ലെങ്ത്, ഫോക്കസ് ദൂരം കാണുന്ന സമയത്ത് കോൺവെക്സ് ആണെങ്കിൽ അത് ലെൻസ് ആവട്ടെ മിറർ ആവട്ടെ, കോൺവെക്സ് ലെൻസിൽ അത് പോസിറ്റീവ് ആയിരിക്കും. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ആൻഡ് മിററിന്റെയും ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും ആൻഡ് കോൺകേവ് ലെൻസിന്റെയും മിററിന്റെയും എന്താണ് വരിക? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. പിന്നീട് വരുന്നത് ഇമേജ് ഫോർമേഷൻ ആയിരുന്നു, പ്രതിബിംബ രൂപീകരണം. എവിടെ ഉണ്ടാവുന്നു നോക്കുന്ന സമയത്ത് 6 കേസസ് നമ്മൾ പഠിക്കുന്നത് എവിടെയൊക്കെയായിരുന്നു? ലെൻസ് ആണെങ്കിൽ കോൺവെക്സ് ലെൻസിൽ 6 പൊസിഷനിൽ നമ്മൾ വെക്കുന്ന സമയത്ത് 5 പൊസിഷനിൽ വെച്ച സമയത്തും നമുക്ക് ഇമേജ് ഉണ്ടായത് എവിടെയായിരുന്നു? അപ്പുറത്തെ സൈഡിൽ അല്ലെ, വലത്തേ സൈഡിൽ. അങ്ങനെയെങ്കിൽ 5 കേസസിലും ആ വാല്യൂ അതായത് ഇമേജ് ഡിസ്റ്റൻസ് എന്തായിരിക്കും? പോസിറ്റീവ് ആണ് അല്ലേ. 5 കേസസിൽ പോസിറ്റീവും 1 കേസിൽ നെഗറ്റീവുമാണ്. ഇതേ കേസ് നമുക്ക് എവിടെ വരുന്നുണ്ടായിരുന്നു? കോൺകേവ് മിററിന്റെ കേസിൽ അല്ലെ. ഇവിടെ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അവിടെ കോൺകേവ് മിറർ ആണ്. ആ കോൺകേവ് മിററിൽ 6 കേസസിൽ 5 കേസസിലും നമുക്ക് ഉണ്ടാവുന്ന ഇമേജ് എവിടെയായിരുന്നു? ലെഫ്റ്റ് സൈഡിൽ. അതായത് നെഗറ്റീവ് 5 പ്രാവശ്യം വന്നു, പോസിറ്റീവ് 1 തവണയും വന്നു. ഇത് പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് UVF പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് മക്കളെ സൂക്ഷിച്ച് നോക്കുക, ശ്രദ്ധിച്ച് പഠിക്കുക. നമ്മുടെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ മറക്കാൻ പാടില്ല. പോസിറ്റീവ് എടുക്കണം, നെഗറ്റീവ് എടുക്കണം, എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടൂ. ഓക്കെ, സെറ്റ് ആയിട്ട് പഠിച്ചോളാം. നമുക്ക് കാണാം. ഓക്കെ, ഇറ്റ്സ് മീ നേഹ ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന്റെ വേറെ സൊല്യൂഷൻസ്. ബൈ.